ഒറ്റപ്പാലം മംഗലത്ത് വീട്ടിൽ ബാലകൃഷ്ണന്റെയും പരേതയായ വിമലയുടെയും മകൾ ഷീലയും, ആലത്തൂർ വാത്മീകം വീട്ടിൽ ശങ്കരൻകുട്ടിയുടെയും ശാന്തകുമാരിയുടെയും മകൻ സുധീം തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1186 മിഥുനമാസം 30 11:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ കുട്ടികളെ വിളിക്കൂ, മോതിരം മാറാ. എപ്പോഴും വേണ്ട, മര്യാദക്ക് മോതിരിടണം. ഇത് വരലിടണ്ടേ? ഇതാ മോതിരം വരല, എടുത്തേക്ക്. ഇത് കൊടുക്കും മോളെ. കൈയെല്ലാം മോനെ, മറ്റേ കൈ. എന്റെ ഭഗവാനെ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ജയൻ, ബിജു, മോഹൻ. എനിക്കറിയാലോ. ചെലവെപ്പോഴാ? അതെ, ഫസ്റ്റ് നൈറ്റ് മുമ്പെങ്കിലും നടക്കൂ. ആളെ ഹാപ്പി. ഇവരെപ്പോഴും ഇങ്ങനെ. മൈ ബെസ്റ്റ് വിഷസ്. ധാരാന്ന് മനസ്സിലായോ? ആ കുട്ടി സംസാരിക്കില്ല. ഇത് ശ്രീധരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാ ജോലി? തോളത്ത് കയറാ, അടുത്തോട്ട് നിന്ന് തോളത്ത് കയറാ. കുറച്ച് കേറി നിന്നോ, എന്നിട്ട് അടുത്ത് കയറി. പ്രേമി നിന്ന് മാറിക്കുട്ടി. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊമോ ഉണ്ടാക്കി നെറ്റിലിടാൻ പോവാ. 2 വാക്ക് ഷീലയെ കുറിച്ച് ഒന്ന് പറയാവോ സുധിയേട്ടാ? അതൊന്നും വേണ്ട പ്ലീസ്. ഇതൊക്കെയല്ലേ ഈ ദിവസത്തിന്റെ ഒരു മെമ്മറി. ഒരു 2 വാക്ക്. ബി സ്പോർട്സ് സുധിയേട്ടാ. അതൊക്കെ ബോറാവും. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി പറയാമോ? ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ടോളാം. ക്വാളിറ്റി ഒന്നും ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? പറ്റില്ല. ഫസ്റ്റ് ടേൺ ചേട്ടന്റെ. ശിലയുടെ ഫസ്റ്റ് ക്വാളിറ്റി സിൻസിയറിറ്റി. പിന്നെ മ്യൂസിക്, ഡൗൺ ടു എർത്ത് ആണ്. പോരെ? നിങ്ങൾ റെഗുലറായി വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും ഇത് തോന്നിയില്ല? അറിയായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ഇന്റൻസിറ്റി ശരിക്കും ഇന്നാ മനസ്സിലായേ. ചിലപ്പോ സ്റ്റേജ് ഫ്രൈറ്റിന്റെ ആയിരിക്കും. ഞങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണണേ. ആൾക്കാരെ കാണാതെ പിന്നെ ലൈഫ് ലോങ് എന്നോട് മാത്രം സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? ബാംഗ്ലൂരിലുള്ള എന്റെ ഒരു പഴയ നെയ്ബർ ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് കക്ഷി.
പുള്ളിക്കാരിയെ ഒന്ന് കണ്ട് സംസാരിക്കണോ? ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ അറിയാലോ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്താ ഇവിടെ ഒരു രഹസ്യ ചർച്ച? അതൊക്കെയുണ്ട്, ബാലമാമ വഴി അറിഞ്ഞോളൂ. എന്താ വെച്ചാ പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലേ. നീ എന്താടി ഇവിടെ നിക്കണേ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്താടി, അമ്മയെ ഓർമ്മ വന്നോ? നീ ഹാപ്പി അല്ലേ?